ഒക്ടോബർ 10 എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക മാനസികാരോഗ്യ ദിനമാണ്. ഈ മാനസികാരോഗ്യ ദിനത്തിൽ നമ്മുടെ മനസ്സിന് കരുത്തേകുന്ന, മനസ്സിന് ഏതൊരു പ്രശ്നത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കരുത്തോടെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു 10 ഡേ ചലഞ്ചിനാണ് ഇവിടെ പോതിരുന്നത്. ഓക്കെ, ഈ 10 ഡേ ചലഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പല സൈക്കോ തെറാപ്പി കാര്യങ്ങളും നമ്മുടെ ജീവിത ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചലഞ്ചുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞാൻ മറ്റ് വീഡിയോകൾ ചെയ്യുന്നതാണ്. ഓക്കെ, अक्टूबर 10 मेंटल हेल्थ डे है. ये मेंटल हेल्थ डे के इस मौके में हम 10 दिन का चैलेंज ले रहा हूँ. इस चैलेंज का हर दिन हम हर एक ये साइको थेरापी प्रिंसिपल्स हम हमारे ज़िंदगी में अप्लाई करेगा. वह हम जब तक यूज़ करेगा, वह यूज़ करने से हमारा ताकत, दिल का ताकत, हमारा मेंटल स्ट्रेंथ बढ़ जाएगा. हम ज़िंदगी में कोई भी प्रॉब्लम को आने दो, वही प्रॉब्लम में हमको बिना नुकसानों के, विदाउट एनी डिफ़िकल्टीज वी कैन मैनेज ईच एंड एवरी डिफ़िकल्ट सिचुएशंस ऑफ लाइफ. सो गेट रेडी फॉर द चैलेंज. ओके, बाय. മെൻ്റൽ ഹെൽത്ത് ഡേ ചലഞ്ചിൻ്റെ ഒന്നാം ദിവസം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ആ കാര്യങ്ങളുടെ യഥാർത്ഥ വസ്തുത നോക്കിയിട്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത ചില വിശ്വാസങ്ങളുടെയും ചില മനോഭാവങ്ങളുടെയും കണ്ണാടി വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരേ കാര്യത്തെക്കുറിച്ച് 10 ആളെ മുമ്പിലേക്ക് കൊണ്ടുപോയിച്ചാൽ 10 ആൾക്കും പറയാനുള്ളത് 10 കാര്യങ്ങളായിരിക്കും. അത് ആ കാര്യങ്ങളുടെ ഒരു യഥാർത്ഥം നോക്കിയല്ല പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെൻ്റൽ ഗ്ലാസ്, നമ്മൾ കാര്യങ്ങളെ നോക്കി നടക്കുന്ന ഈ കണ്ണാടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതെങ്ങനെയാണോ അങ്ങനത്തെ ഒരു കണ്ണാടിയിലൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളെയും നോക്കി കാണുന്ന നമ്മളെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിലല്ല, അത് ആ പ്രശ്നത്തിലാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ CBT എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ടൂളിൻ്റെ പ്രിൻസിപ്പിൾസാണ്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളെ അലട്ടുന്ന ഒരു നെഗറ്റീവ് ചിന്ത, നിങ്ങൾക്കിപ്പോൾ എനിക്ക് അത് ജയിക്കാൻ പറ്റൂല എന്നൊക്കെ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഉണ്ടാവും. സംഗതി നിങ്ങൾക്ക് സാധ്യമാവാഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് എന്താണ്, നിങ്ങളങ്ങനെ വിചാരിക്കുകയാണ്. നിങ്ങൾ ഈ കണ്ണാടി പൊട്ടിയിട്ടുണ്ട്, ഈ പൊട്ടിയ കണ്ണാടിയുടെ നോക്കുമ്പോൾ അവിടെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ കണ്ണാടിയിൽ ചിലപ്പോൾ ഈ മണൽത്തരികൾ വന്ന് നിൽക്കുന്നുണ്ടാവും, അതിലൂടെ നോക്കുമ്പോൾ ക്ലാരിറ്റി കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നെഗറ്റീവ് ചിന്തയെ അതിൻ്റെ മറുവശത്ത് മറ്റൊരു ചിന്തയായിട്ടൊന്ന് എഴുതി വെക്കുക. മനസ്സിലായില്ലേ? മറ്റൊരു ചിന്തയായിട്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് വേർഷൻ അവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിന് പറ്റിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ചിന്ത എഴുതിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ പറയും, ഞാൻ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ഞാൻ തോറ്റേക്കാം, ചിലപ്പോൾ ഞാൻ ജയിച്ചേക്കാം, അതൊക്കെ ഒരു സ്വാഭാവികമാണ് അല്ലേ? ആ രീതിയിൽ എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. മനസ്സിലായില്ലേ? മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ 2ാം ദിവസമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ ഒരു ജഡ്ജിയെ പോലെയാണ്. ഈ ജഡ്ജി എന്തെങ്കിലുമൊക്കെ വിധിക്കുന്നു, ആ വിധിക്കുന്നത് പലപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ വിധിയെ ചോദ്യം ചെയ്യുന്ന ഒരു വക്കീലായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഈ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ 2ാം ദിവസമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ മനസ്സെന്ന് പറഞ്ഞ ഒരു ജഡ്ജിയെ പോലെയാണ്. ഈ ജഡ്ജി എന്തെങ്കിലുമൊക്കെ വിധിക്കുന്നു, ആ വിധിക്കുന്നത് പലപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ വിധിയെ ചോദ്യം ചെയ്യുന്ന ഒരു വക്കീലായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ചിലപ്പം നിങ്ങളുടെ മനസ്സെന്ന് ജഡ്ജി വിധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഒന്നും കൊള്ളാത്ത ഒരാളാണ്. ഇത്തരം ഒരു ചോദ്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സ്വയം ക്വസ്റ്റ്യൻ ചെയ്യുക, ഒന്ന് ആർഗ്യൂ ചെയ്യുക, ഒരു വക്കീലായിട്ട് ആർഗ്യൂ ചെയ്യുക. എന്നിട്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലോജിക്കലായിട്ടുള്ള ചില ആക്ഷൻസ് എടുത്തുകൊണ്ടൊന്ന് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്ന് നമ്മളെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഡേ ആണല്ലോ, ഒക്ടോബർ 10. അപ്പോൾ ഈ ചലഞ്ചിൻ്റെ 3ാം ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഫുള്ളി ഇൻവോൾവ്ഡ് ആകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൊണ്ട് എന്ത് ചെയ്യാം? ഒന്ന്, നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾ നല്ല ഒരു ഭക്ഷണം എടുക്കുക, ആ ഭക്ഷണത്തെ ശരിക്കും ഇരുന്നിട്ട് വളരെ സ്വസ്ഥതയോടെ അതിൻ്റെ ഓരോ കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. കുറേ സമയം എടുത്തിട്ട് കഴിക്കുക. ഒറ്റയടിക്ക് എടുത്ത് കഴിക്കേണ്ട കാര്യമല്ല,
സമയമെടുത്ത് പതിയെ പതിയെ ചവച്ച് അതിൻ്റെ മണം ആസ്വദിച്ച് അതിൻ്റെ രുചി ആസ്വദിച്ച് ഇത് ഉണ്ടാക്കിയ പ്രോസസ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ ഡേ 4 നമ്മളിപ്പോൾ ഉള്ളത്. ഡേ 4 എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ നമ്മൾ ടാപ്പ് ചെയ്യാൻ ഇതിന് ഉപയോഗിക്കുന്നൊരു തെറാപ്പിയാണ് ടാപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നത്. EFT, എമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നാണ് പറയുക. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇതെങ്ങനെ ചെയ്യണം, ടാപ്പിംഗ് പോയിൻറ്റ്സൊക്കെ നോക്കിയിട്ട് അവിടെ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ സമ്മർദ്ദങ്ങൾ നമ്മളുണ്ടാക്കുന്ന ആ ഒരു സ്ട്രെസ്സ്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളുണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാനുള്ള സൊല്യൂഷൻസ് ആരായുക. ഓക്കെ, അതാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ നിങ്ങൾ മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ 5-ാം ദിവസത്തിൽ എനിക്ക് പറയേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഒരുപാട് സ്ട്രെസ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനെ ഒരു റേഡിയോ വെറി ആയിട്ട് കാണുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, അതിനെ റേഡിയോ ഹോപ്പാക്കിയിട്ട് മാറ്റി ട്യൂൺ ചെയ്യാം. അതിനെന്താ ചെയ്യുക, ഇപ്പോൾ നിങ്ങളെ തലച്ചോറിൽ അരങ്ങേറുന്ന വെറീസിനെ വേജാറുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ വോളിയം കുറക്കുന്നതായിട്ട് അത് ലഘൂകരിച്ച് ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു വോയിസ് ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് അതിങ്ങനെ ഒരു നിശബ്ദതയായിട്ട് മാറിയിട്ട് നിങ്ങളിൽ റേഡിയോ ഹോപ്പ്, പ്രതീക്ഷയുടെ റേഡിയോ സ്റ്റേഷനായിട്ട് പരിവർത്തനം ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ആ ഒരു വെറീസിനെ പ്രതീക്ഷയാക്കി പരിവർത്തനം ചെയ്യുന്ന ടെക്നിക്ക് എടുക്കുന്നത്. ഇതൊരു NLP ടെക്നിക്കാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൻ്റെ ഒരു ടെക്നിക്കാണ്. ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ കുറിച്ച് മെൻ്റൽ ഹെൽത്ത് ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്നൊരു ചെറിയ കുട്ടിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കളിപ്പിക്കാൻ പോവുകയാണ്. മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ 7th ഡേയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളിൽ ജീവിച്ച് തീർത്ത നമ്മുടെ ബാല്യം ഇന്നും അവിടെ ഒരു കുട്ടിയായി ജീവിക്കുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ഒളിച്ചു നിൽക്കുന്ന നിങ്ങളെ കുട്ടിയെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചൈൽഡ്ഹുഡായിട്ട് കുട്ടിക്കാലത്ത് നിങ്ങൾ കളിച്ചതുപോലുള്ള കളികളിലൊക്കെ ഏർപ്പെടുക. ഇതിനെ പറയുന്ന പേരാണ് ഇന്നർ ചൈൽഡ് തെറാപ്പി എന്ന് പറയും. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞത്, അപ്പോൾ അവിടെ നോക്കുക, അവിടെ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക വെള്ളത്തിൽ. ഇതുപോലെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കളിച്ച് നടക്കുക, ചിരിച്ച് നടക്കുക, എന്തെങ്കിലും ടോയ്സൊക്കെ എടുത്ത് കളിക്കുക. അങ്ങനെ പലതും കളിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും ഗുണം, നമുക്ക് ആ ഇന്നർ ചൈൽഡ് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്നും വളരെ ഹാപ്പിയായി നിൽക്കുന്നുള്ളത്. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ 6-ാം ദിവസം എനിക്ക് പറയേണ്ടതെന്നറിയോ, ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനും നിങ്ങളെ തൊടാൻ പറ്റില്ല എന്നാണ്. ഒരു പ്രശ്നത്തിനും ഒരു പ്രതിസന്ധിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. കാരണം എന്താ, ഇത് ആരാ പറഞ്ഞതെന്നറിയോ, വിക്ടർ ഫ്രാങ്ക്ലിനാണ് ലോഗോ തെറാപ്പി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അലട്ടുന്ന വലിയൊരു പ്രശ്നത്തെ ചൂസ് ചെയ്തിട്ട് നിങ്ങളെ ജീവിതത്തിന് കൊടുക്കുന്ന അർത്ഥം തിരിച്ചറിഞ്ഞിട്ട് ഈ കുറുകിലൂടെ ഒന്ന് നടന്നു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിന് അതിലും വിശാലമായൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം അനർത്ഥമാക്കുന്നതല്ല നിങ്ങളെ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയാം. നിങ്ങൾ അലട്ടുന്ന വലിയൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റും. അതിന് നിങ്ങൾ എന്തർത്ഥമാണുള്ളതെന്ന് കണ്ടെത്താം. ആ അർത്ഥം തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എന്താക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ലോഗോ തെറാപ്പിയുടെ ഒരു പ്രിൻസിപ്പിളാണ്. ലോഗോ തെറാപ്പിയെക്കുറിച്ച് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ. മെൻ്റൽ ഹെൽത്ത് ചലഞ്ചിൻ്റെ ഡേ 10 ഇന്ന് ലോക മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്. നമുക്ക് ചെയ്യാനുള്ളതെന്നറിയോ, നമ്മൾ ചിരി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പൈസയും ചിലവില്ലാതെ, ഇപ്പോൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു ആൻറ്റി ഡിപ്രസൻറ്റ്, വിഷാദത്തെ ഓട്ടിയകറ്റാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് ലാഫ്റ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ലാഫ്റ്റർ തെറാപ്പി അനുഷ്ഠിക്കുക, നമ്മൾ ചിരിക്കുക, വേണമെങ്കിൽ നല്ലൊരു ഫണ്ണി മൂവി കണ്ട് ചിരിക്കാം, അല്ലെങ്കിൽ ലാഫ്റ്റർ യോഗ അഭ്യസിച്ചുകൊണ്ട് ചിരിക്കാം. അങ്ങനെ എന്തൊക്കെ രീതിയിൽ നമ്മൾ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചാലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ലോക മെൻ്റൽ ഹെൽത്ത് ഡേ ആശംസ നേരെയാണ്. മെൻ്റൽ ഹെൽത്ത് ഡേ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചൊരു ദിവസമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, ബൈ.